Hello all. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റമാണ്. മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബയോമെട്രിക്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. എന്താണ് ബയോമെട്രിക്സ്, എന്തൊക്കെയാണ് ഇതിൽ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് വി ഷുഡ് കൺസിഡർ വെൽ വി ഡിസൈനിങ് മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അതിൻ്റെ അതിനെക്കുറിച്ച് ഓരോ ഫാക്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റമാണ്. ഓക്കെ, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഏതൊരു മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ ഏതൊരു പാരാമീറ്റർ മെഷർ ചെയ്യാൻ പോകുമ്പോഴും അതൊരു സിസ്റ്റമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോൾ നമുക്കൊരു സർക്യൂട്ടിൽ കറണ്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ സർക്യൂട്ടാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, ആൻഡ് നമ്മളൊരു മെഷറിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് ആ സർക്യൂട്ടിൽ കറണ്ട് മെഷർ ചെയ്യുന്നു. സോ നമുക്ക് ആ മെഷറിംഗ് ഡിവൈസിൽ കാണിക്കുന്ന റീഡിംഗ് ആണ് ഔട്ട്പുട്ടായിട്ട് വരിക. ഓക്കെ, സോ ആ ഔട്ട്പുട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെയും വോൾട്ടേജിൻ്റെയും ഒരു ഇക്വേഷൻ ആയിട്ടാണ് ഔട്ട്പുട്ടിൽ വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഒരു റീഡബിൾ വാല്യൂ കറണ്ടാണ് ഇവിടെ. കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇക്വേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്, റൈറ്റ്? സോ അതേപോലെ നമ്മൾ ഏതൊരു സിസ്റ്റത്തിലും മെഷർമെൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന പാരാമീറ്റേഴ്സിൻ്റെ ഒരു ഇക്വേഷൻ ആയിരിക്കും. മെഷർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ റിലേറ്റഡ് പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ അവിടെ നമ്മൾ ഏത് സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ പാരാമീറ്റർ മെഷർ ചെയ്യുന്നത് ആ സിസ്റ്റത്തിന് ഒരു ബ്ലാക്ക് ബോക്സ് എന്നാണ് വിളിക്കുന്നത്. ബ്ലാക്ക് ബോക്സ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ബ്ലാക്ക് ബോക്സ്. ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ സിസ്റ്റം, നമ്മൾ മെഷർ ചെയ്യുന്ന പാരാമീറ്റർ മെഷർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഇക്വേഷൻ, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് റീഡബിൾ വാല്യൂസ്, അതെന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലക്സിറ്റി ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോംപ്ലക്സിറ്റി ഓഫ് ദി സിസ്റ്റം. ഓക്കെ, അപ്പോൾ the most complex black box അല്ലെങ്കിൽ the most complex system that we can measure എന്ന് പറയുന്നത് a living organism. Okay, the most complex black box is a living organism, especially living human being. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബ്ലാക്ക് ബോക്സ് അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബോഡിയാണ്. ഓക്കെ, സോ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ആക്ച്വലി വെരി കോംപ്ലെക്സ് സിസ്റ്റമാണ്. ആൻഡ് ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് സിഗ്നൽസ്, ഒരുപാട് ഇൻപുട്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അക്കോസ്റ്റിക്കൽ, തെർമൽ, കെമിക്കൽ, ഒപ്റ്റിക്കൽ, ഹൈഡ്രോളിക്, ന്യൂമാറ്റിക് ആൻഡ് മെനി അതർ ടൈപ്പ്, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആയിട്ടും അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആയിട്ടും നമുക്ക് ഒരു ഹ്യൂമൻ ബോഡിയിൽ സിഗ്നൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എല്ലാ സിഗ്നൽസും ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ സിഗ്നൽസും പരസ്പരം ഇൻ്റർ റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻ്ററാക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സോ അങ്ങനത്തെ ഒരു ടോട്ടൽ ഇൻട്രാക്ട് ചെയ്ത ദാറ്റ് ഈസ് ഒരു 8 സിഗ്നൽസ് ഉണ്ടെങ്കിൽ ആ 8 ഡിഫറെൻറ്റ് സിഗ്നൽസും മ്യൂച്വലി ഇൻട്രാക്ട് ചെയ്തിട്ട് ആണ് ഇരിക്കുന്നത് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ. സോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിഗ്നൽ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു കോംപ്ലക്സ് പ്രൊസീജിയറാണ്. ഓക്കെ, ബിക്കോസ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ആ ഇലക്ട്രിക്കൽ സിഗ്നൽ അതേപടി നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് ഒരു ഇക്വേഷൻ, ദാറ്റ് ഈസ് ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ എഫക്റ്റ് ചെയ്യുന്ന വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി, അതേപോലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മെഷർ ചെയ്യാൻ പോകുന്ന സിഗ്നലിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഈ ഒരു ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിൻ്റെ ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. നമുക്ക് മെഷർ ചെയ്യാൻ പോകുന്ന വേരിയബിൾ ആസ് സച്ച് നമുക്ക് റെഡിലി അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ അതിനെ നമ്മൾ വേർതിരിച്ചെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സെവറൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ വേറെ പല പാരാമീറ്റേഴ്സും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടി വരും. നമുക്ക് ഏതാണ് മെഷർ ചെയ്യേണ്ടത് ആ വാല്യൂവിനെ. അതാണ് ഒരു വൺ ഓഫ് ദ മെയിൻ കോംപ്ലക്സിറ്റി ഓഫ് ദി
ഹ്യൂമൻ ബോഡി ബ്ലാക്ക് ബോക്സ്. ഓക്കെ. ആൻഡ് വേറെ കുറച്ച് ഡിഫിക്കൽട്ടി നമ്മളൊരു ഹ്യൂമൻ ബോഡി നമ്മളൊരു മെഷർമെൻറ്റ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേറെ പല ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് സേഫ്റ്റി കൺസിഡറേഷൻസ് ആൻഡ് ഫസ്റ്റ് വൺ സേഫ്റ്റി കൺസിഡറേഷൻ. സേഫ്റ്റി കൺസിഡറേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു ഫിസിക്കൽ ബോഡി, ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു ഫിസിക്കൽ സിസ്റ്റം, ഹ്യൂമൻ ബോഡി അല്ലാതെ വേറെ ഏത് സിസ്റ്റമാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതെങ്കിലും അവിടെയെല്ലാം ഒരു സേഫ്റ്റി കൺസിഡറേഷൻ നമ്മൾ മെഷർ ചെയ്യുന്ന ആളുടെ സേഫ്റ്റി മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ സേഫ്റ്റി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ. ബട്ട് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ഒരു ലിവിങ് ഓർഗാനിസമാണ്. സോ അവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് ആ ലിവിങ് ഓർഗാനിസത്തിന് ഒരു ഹെൽത്ത് ഇഷ്യൂസും അല്ലെങ്കിൽ നോർമൽ ലിവിങ് കണ്ടീഷൻസിന് ഒരു ചേഞ്ചും സംഭവിക്കാത്ത രീതിയിൽ വേണം നമ്മളിവിടെ മെഷർമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. സോ അതിന് കുറേ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഉണ്ട്. കുറച്ച് എത്തിക്സും റൂൾസും ഒക്കെ ഉണ്ട്, മെഡിക്കൽ എത്തിക്സ് എന്നൊക്കെ പറയുന്ന കുറേ അതെല്ലാം ഉണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം നമ്മളിവിടെ മെഷർമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. സോ അതെല്ലാം അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മെഷർമെൻറ്റ് നടത്താൻ പറ്റില്ല അവിടെ. അതെല്ലാം അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ മെഷർമെൻറ്റിൽ. ഓക്കെ. സോ അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻവിറോൺമെൻറ്റ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ വിച്ച് മെഷർമെൻറ്റ്സ് ആർ പെർഫോംഡ്. ഓക്കെ. ദാറ്റ് ഈസ് എവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് നടക്കുന്നത്, ദാറ്റ് ഈസ് ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലാണോ അതോ നമ്മളൊരു വീട്ടിലാണോ അതോ എവിടെയാണ്, ദാറ്റ് ഈസ് ആ അറ്റ്മോസ്ഫിയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന പാരാമീറ്റർ ഹ്യൂമൻ ബോഡിയിൽ വേരി ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. സോ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻ്റ് ഇരിക്കുന്ന റൂം ടെമ്പറേച്ചർ ആക്ച്വലി നന്നായിട്ട് എഫക്റ്റ് ചെയ്യും ആ മെഷർമെൻറ്റിന്. സോ അതെല്ലാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദ പേഷ്യൻ്റ് സ്റ്റേസ്, അതെല്ലാം നമ്മൾ ഇവിടെ മെഷർമെൻറ്റ് എടുക്കുന്നതിന് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മെഡിക്കൽ പേഴ്സണൽ യൂഷ്വലി ഇൻവോൾവ് ഇൻ മെഷർമെൻറ്റ്. അപ്പോൾ ആരാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്, അതാണ് മെഡിക്കൽ പേഴ്സണൽ. ദാറ്റ് ഈസ് ഡോക്ടർ ആവാം, നേഴ്സ് ആവാം, വേറെ ആരെങ്കിലും ആവാം. സോ അവരുടെ എത്രത്തോളം ആ മെഷർമെൻറ്റ് ഡിവൈസിനോട് എത്രത്തോളം അവർ യൂസ്ഡ് ടു ആണ്, അല്ലെങ്കിൽ ആ മെഷർമെൻറ്റ് എടുത്തിട്ട് എത്രത്തോളം അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. ഓക്കെ. ആൻഡ് ആ മെഷർമെൻറ്റ് അനലൈസ് ചെയ്യുന്നതിൽ അവർ എത്രത്തോളം കാലിബ്ഡ് ആണ്. ഓക്കെ. അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്ച്വലി ആ മെഷർമെൻറ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് അനലൈസ് ചെയ്യുന്നതിന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഒക്കേഷണലി ഈവൻ എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ എത്തിക്കൽ കൺസിഡറേഷൻസ് ആൻഡ് ലീഗൽ റൂൾസ്, ലീഗൽ എത്തിക്കൽ കൺസിഡറേഷൻസ് ഒക്കെ ഉണ്ട്. സോ അതെല്ലാം ഫോളോ ചെയ്തിട്ട് മാത്രമേ ഒരു ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നമുക്ക് ഒരു മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഇതെല്ലാമാണ് നമ്മുടെ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി എന്താണ് ഈ മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം എന്ന് പറയാം? അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ മെഷർ ചെയ്യാവുന്ന പാരാമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ ആക്ച്വലി നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഏത് സിസ്റ്റത്തിൽ നിന്നാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് ആ സിസ്റ്റം കൂടി നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ. എന്നാൽ മാത്രമേ നമുക്കൊരു ടോട്ടൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഷർമെൻറ്റ് അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ. സോ ഇവിടെ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന സിസ്റ്റം ഏതാണ്? ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മാൻ ആണ്. ഓക്കെ. സോ അത് കാരണം നമ്മൾ ഹ്യൂമൻ ബോഡി നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ഹ്യൂമൻ ബോഡി കൂടി നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യണം. സോ ആ ഒരു ബോത്ത് ദി ഹ്യൂമൻ ബോഡി ആൻഡ് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്, അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം. അതുകൊണ്ടാണ് അതിനെ മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തത്? ബിക്കോസ് അവിടെ ഒരുപാട് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദിസ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ദി ഹ്യൂമൻ ബോഡി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പാരാമീറ്റേഴ്സ് അവിടെ കോംപ്ലക്സ് ആയിട്ടിരിക്കുകയാണ്. സോ അതിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റിന് ഹ്യൂമൻ ബോഡിയിലോട്ട് ഒരുപാട് ഇൻട്രാക്ഷൻസ് വരുന്നുണ്ട്.
ഓക്കെ. സോ നമ്മൾ എവിടെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് അതിനെ കൂടി നമ്മുടെ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് മെഷർമെൻറ്റ് എഫക്റ്റീവ്ലി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ അതാണ് മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ദ ഓവറോൾ സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ്സ് both the human organism and the instrumentation required for the measurement of the human is called as a man instrument system. Okay, അപ്പോൾ ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? So this is what mean by man instrument system and introduction. Okay, അടുത്തത് നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മൾ ഈ മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൽ ഹ്യൂമൻ ബോഡിയിലെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേജസ് എന്ന് പറയാം. ഡിഫറെൻറ്റ് വേരിയസ് ഒരു ബ്ലോക്ക് ഡയഗ്രാം കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഒബ്ജക്റ്റീവ്സ് തന്നെ കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നത് ഇൻഫർമേഷൻ ഗ്യാതറിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പാരാമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഇൻഫർമേഷൻ ഗ്യാതറിങ് ആണ്. ഓക്കെ, ഇൻഫർമേഷൻ ഗ്യാതറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാണ്. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ വരുന്ന ആളോട് അന്വേഷിക്കും എങ്ങനെയൊക്കെയാണ്, എവിടേക്കായിരുന്നു മുമ്പ്, എവിടേക്കായിരുന്നു. ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു ഡോക്ടർ അന്വേഷിക്കില്ലേ, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫീവർ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അത് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ്, പോസിബിലിറ്റീസ്, അയാൾ പോയ സ്ഥലങ്ങൾ, എന്തെങ്കിലും കോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. സോ അങ്ങനെയുള്ള കുറച്ച് ലിവിങ് കണ്ടീഷൻസ് ഇതെല്ലാം അന്വേഷിച്ചതാണ് ഇൻഫർമേഷൻ ഗ്യാതറിങ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചതിന് ശേഷം അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഫൈനൽ ഡെസിഷനിൽ എത്തുക. ഓക്കെ, ഫൈനൽ ഡെസിഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നമ്മൾ മെയിൻലി മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഡിസീസ് ഐഡൻറ്റിഫിക്കേഷനാണ് അല്ലേ? അപ്പോൾ അതിൽ മെഷർ ചെയ്യുന്ന പാരാമീറ്ററും ആ ഡിസീസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഓക്കെ, സോ അവിടെ ഫൈനലായിട്ട് ഡിസിഷനിൽ എത്തുന്നത് ഈ ഇൻഫർമേഷൻ ഗ്യാതറിങ് കൺസിഡർ ചെയ്തിട്ട് കൊണ്ടുള്ള മെഷർമെൻ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യും, പിന്നെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് measure ചെയ്യും, and then only a conclusion is made. Okay, that is, in an information gathering system, instrumentation is used to measure natural phenomena and other variables to aid man and his quest for knowledge about himself. Okay, that is, instrument use ചെയ്യുന്നത് just a physical natural phenomena measure ചെയ്യാൻ വേണ്ടി മാത്രമാണ്. Okay, and ബാക്കി that is quest for knowledge about himself and the universe in which he lives. ഇതെല്ലാം നമ്മൾ മാനുവലി ആസ്ക് ചെയ്യും. ഇൻ ദ സെറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെഷർമെൻറ്റ് മേ നോട്ട് ബി നോൺ ഇൻ അഡ്വാൻസ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ ഗ്യാതറിങ് മാത്രം നടത്തി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് വേരിയബിൾ കിട്ടും, അതേപോലെ നമ്മൾ എന്തൊക്കെ ഇവാലുവേറ്റ് ചെയ്തു, എന്തൊക്കെ ഇൻഫർമേഷൻ ആസ്ക് ചെയ്തു, ഇതെല്ലാം ഒബ്റ്റൈനബിൾ ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഡയഗ്നോസിസ് ആണ്. ഓക്കെ, ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഡിസീസ് എന്ന ഐഡൻറ്റിഫിക്കേഷനാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡയഗ്നോസിസ് നടത്തുക. ഓക്കെ അല്ലേ? അടുത്തതെന്ന് പറഞ്ഞാൽ ഇവാലുവേഷനാണ്. Evaluation is the measurements are used to determine the ability of the system to meet its functional requirements. This could be classified as proof of performance and quality control test. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു മെഷർമെൻ്റ് എടുത്തു, ഒരു പേഷ്യൻറ്റിൽ നിന്ന് ഒരു മെഷർമെൻ്റ് എടുത്തു, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തു, ദാറ്റ് ഈസ് ഡയഗ്നോസിസ് കംപ്ലീറ്റ് ആയി. സോ അതിനുശേഷം ആ എടുത്ത പാരാമീറ്റർ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുള്ളൂ. സോ അതാണ് ഈ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടി സംടൈംസ് പ്രൂഫ് ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ഒക്കെ നടത്തേണ്ടി വരും. ഓക്കെ, അടുത്തത് മോണിറ്ററിങ്. Monitoring means instrumentation in order to monitor some process or operation in order to obtain continuous periodic information of the state of system being measured. Monitoring എന്ന് പറഞ്ഞാൽ എന്താണ്?
ദറ്റ് ഈസ് മോണിറ്റർ ചെയ്യുക. ഒരു പർട്ടിക്കുലർ ഒരു മണിക്കൂർ നമ്മൾ ഒബ്സർവേഷനിലേക്കാണ് നമുക്ക് പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 1 hour 2 hour ആ പേഷ്യൻ്റെ കണ്ടീഷൻ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഡിജിറ്റൽ സിസ്റ്റം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ വെച്ചിട്ട് ഒരു ഹേർട്ട് റേറ്റ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യില്ലേ, നമ്മൾ സ്ക്രീൻ വെച്ചിട്ട് ഹേർട്ടിൻ്റെ ബീറ്റ് എല്ലാം നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി ഫോർ 1 or 2 hours ഒന്ന് മോണിറ്റർ ചെയ്യും, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അത് അനലൈസ് ചെയ്യും. ഓക്കെ, സോ അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഹി ഈസ് നോർമൽ. അതുവൈസ് അതിൽ ഒരു ഐഡിയൽ കണ്ടീഷനിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻ ആ മോണിറ്റർ ചെയ്ത റെക്കോർഡിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതൊരു ഡയഗ്നോസിസ് ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ മോണിറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തത് കൺട്രോളാണ്. ഓക്കെ, കൺട്രോൾ എന്ന് പറയുന്നത് ആക്ച്വലി ഈ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻസിൽ കൺട്രോൾ എന്ന് പറയുന്നത് കോമൺ ആണ്. ദാറ്റ് ഈസ് ഏത് ഡിവൈസ് ആണെങ്കിലും അതിലൊരു കൺട്രോൾ ഉണ്ടായിരിക്കും. കൺട്രോൾ മീൻസ് വാട്ട്? ഐദർ ഓട്ടോമാറ്റിക് കൺട്രോൾ, അതർവൈസ് മാനുവൽ കൺട്രോൾ. ഓക്കെ, ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്യുന്ന പാരാമീറ്റർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കലി അത് ഇൻപുട്ടിൽ വേരിയേഷൻ സെൻസ് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ മാറിക്കൊണ്ടിരിക്കും. സോ അവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ആക്ച്വലി. ദാറ്റ് ഈസ് സെൻസ് ചെയ്യുന്ന പാരാമീറ്ററും ഔട്ട്പുട്ടും തമ്മിലൊരു ദാറ്റ് ഈസ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലോട്ടൊരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ എപ്പോഴും മോഡിഫൈഡ് വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് നോർമൽ എല്ലാ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റിലും ഉണ്ടാവും. Okay, so that is the importance of control. Okay, so these are the objectives of the instrument system. Okay, ഇനി ഒരു 2 കാര്യങ്ങളും കണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ക്ലിനിക്കൽ 2 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, അതേപോലെ 2 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടൈപ്സ്. ഫസ്റ്റ് വൺ, this biomedical instrumentation can be classified into 2 major types: clinical and research instrumentation. Okay, so clinical instrumentation എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഒരു ആളുടെ അസുഖം അല്ലെങ്കിൽ ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യുക, ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റേഷനാണ് ക്ലിനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ദാറ്റ് ഈസ് എന്താ പറഞ്ഞത്, ഒരു പേഷ്യൻറ്റിൻ്റെ ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷനാണ് ക്ലിനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഓക്കെ, ബേസ്ഡ് ഓൺ പർപ്പസ്. അടുത്തത് രണ്ടാമത് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ടല്ല, അവിടെ നമുക്ക് ആ ഒരു ഡിസീസിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പാരാമീറ്റർ എടുക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു അസുഖമുണ്ട്, സോ അതിൽ നിന്ന് അയാളുടെ ബോഡി പാരാമീറ്റേഴ്സ് മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മെഷർ ചെയ്തതിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ കുറേ എക്സ്പെരിമെൻറ്റ്സ്, സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്, ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നടത്തിയതിന് ശേഷം ആ ഒരു ഡിസീസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടൂള് എന്തെങ്കിലും മരുന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോസസ്സസ് ചെയ്യും. ഓക്കെ, സോ അവിടെ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പാരാമീറ്റർ മെഷർ ചെയ്യുന്നത് എന്തിനാണ്? റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ഫീൽഡാണ് റിസർച്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് primarily in the search of new knowledge pertaining to various systems that compose human organism. സോ അവിടെ ഒരു ഇതുവരെ നോളേജ് ഇല്ലാത്ത എന്തെങ്കിലും ഒരു പാരാമീറ്റർ, എന്തെങ്കിലും ഒരു ന്യൂ സിസ്റ്റം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ മെഷർമെൻ്റ് എടുക്കുന്നത്. വെറാസ് ഇൻ ക്ലിനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഓക്കെ, സോ ഇതാണ് 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞ മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ആ മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ നോളേജ്, ദാറ്റ് ഈസ് ബോത്ത് മെഷർ ചെയ്യുന്ന ആളും അതേപോലെ ഇൻസ്ട്രുമെൻറ്റും രണ്ടും തമ്മിലുള്ളൊരു ഇമ്പോർട്ടൻസ്, അതെന്ന് പറയുന്നത് ഈ 2 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷനിലും ആവശ്യമാണ്. ദാറ്റ് ഈസ് മെഷർമെൻറ്റ്. 2 ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റേഷനിലും നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുന്നുണ്ട്. ബോത്ത് ക്ലിനിക്കൽ ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും അവിടെ മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം റിക്വയർഡ് ആണ്. ഓക്കെ, അടുത്തത് 2 ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ് ടൈപ്സ് ആണ് ബയോമെഡിക്കൽ മെഷർമെൻറ്റ് ടൈപ്പ്. അത് ഇൻ വിവോ ആൻഡ് ഇൻ വിട്രോ എന്ന് പറയും.
ഇൻ വിവോ മെഷർമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ മേലെ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന മെഷർമെൻ്റാണ് ഇൻ വിവോ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരാളുടെ ബ്ലഡിൽ പി എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് സ്ട്രീമിൻ്റെ ഉള്ളിലോട്ട് നമ്മളൊരു ഡിവൈസ് കടത്തി വിടുക. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുക്കണം. അങ്ങനെ ചെയ്യുന്നതാണ് ഇൻ വിവോ മെഷർമെൻറ്റ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്യൂബ് ഒക്കെ നമ്മൾ നോസ്ട്രിൽസിലൂടെയൊക്കെ ഇൻസേർട്ട് ചെയ്യും മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ എല്ലാം നമ്മുടെ ഒരാളുടെ ബോഡിൻ്റെ ഉള്ളിലോട്ട് ഒരു മെഷർമെൻറ്റ് ഡിവൈസ് കടത്തി വിട്ടിട്ട് എടുക്കുന്ന മെഷർമെൻറ്റ്സ് ആണ്. സോ അതാണ് ഇൻ വിവോ മെഷർമെൻറ്റ്. അടുത്തത് ഇൻ വിട്രോ മെഷർമെൻറ്റ്. ഇൻ വിട്രോ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡാണ്. സോ ഒരു ഹ്യൂമൻ ബോഡീൻ്റെ ഔട്ട് സൈഡ് ഡിവൈസ് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റാണ് ഇൻ വിട്രോ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻ വിട്രോ മെഷർമെൻറ്റും ഇൻ വിവോ മെഷർമെൻറ്റും രണ്ട് മെഷർമെൻറ്റും നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ദ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ വിവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലോട്ട് മെഷർമെൻറ്റ് ഡിവൈസ് കടത്തി വിട്ടിട്ട് എടുക്കുന്നതാണ്. അതേപോലെ ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ഡിവൈസ് എന്ന് പറയുന്നത് ബോഡീൻ്റെ പുറത്തായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയോട് ഇൻട്രാക്ട് ചെയ്യാണ്ടായിരിക്കും മെഷർമെൻറ്റ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഇൻ വിട്രോ മെഷർമെൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പി എച്ച് ഓഫ് ദി ബ്ലഡ് സ്ട്രീം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വെയിൻസിൻ്റെ ഉള്ളിലോട്ട് ഡിവൈസ് കടത്തി വിട്ടിട്ടും എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് പുറത്തോട്ട് എടുത്തിട്ടും നമുക്ക് പി എച്ച് മെഷർ ചെയ്യാൻ പറ്റും, പി എച്ച് മെഷർ ചെയ്യുന്ന ഡിവൈസസ് വെച്ചിട്ട്. ഓക്കെ, ഇത് രണ്ടും പോസിബിൾ ആണ്. സോ രണ്ടാമത്തെ കേസ് പറഞ്ഞതാണ് ഇൻ വിട്രോ, ആദ്യത്തെ പറഞ്ഞത് ഇൻ വിവോ. ഓക്കെ, അപ്പോൾ ഇതിലും മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം അപ്ലൈസ് മെയിൻലി ടു ഇൻ വിവോ മെഷർമെൻറ്റ്. ഓക്കെ, സോ ഇൻ വിവോ മെഷർമെൻറ്റിലാണ് ഇവിടെ നമുക്ക് മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് വരിക. കാരണം ഇൻ വിവോയിലാണ് നമ്മൾ മെഷർമെൻറ്റ് ഡിവൈസ് ഹ്യൂമൻ സിസ്റ്റത്തിനോട് ഇൻട്രാക്ട് ചെയ്തിട്ട് വരുന്നത്. ഇൻ വിട്രോ എന്ന് പറയുന്നതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി ഫ്ലൂയിഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും അനാലിസിസ് നടത്തുന്നെങ്കിൽ അത് നമ്മൾ പുറത്തോട്ട് എടുത്തതിന് ശേഷം അതിനെ എക്സ്റ്റേണൽ ലബോറട്ടറിയിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പാരാമീറ്റർ കണ്ടുപിടിക്കുന്നതാണ് ഇൻ വിട്രോ. സോ അവിടെ മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ദാറ്റ് ഈസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്, അല്ലെങ്കിൽ ലബോറട്ടറി പ്രോസസ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു മാൻ ഇൻട്രാക്ഷൻ വരുന്നില്ല. ദാറ്റ് മാൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ വരുന്നില്ല. സോ ഇൻ വിവോ മെഷർമെൻറ്റിനാണ് മാൻ ഇൻസ്ട്രുമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ്, ഇവിടുത്തെ ഡിഫറെൻറ്റ് കോമ്പണൻസ് മാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് എടുക്കാം. ഓക്കെ.